കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ. സ്വർണ്ണ സമ്പാദ്യങ്ങളെ ഇനി ബിസിനസ്സിൽ നിക്ഷേപിക്കാം. നമസ്കാരം. ഇന്ന് 2024 നവംബർ 23 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ഡയബറ്റിസ് ആൻഡ് ഒബീസിറ്റി കോൺഫറൻസ് നടന്നു. സുപ്രീം കൗൺസിൽ ഫോർ വിമൻ പ്രസിഡന്റ് പ്രിൻസസ് സബീക ബിൻത് ഇബ്രാഹിം ആൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ഗൾഫ് ഹോട്ടലിലെ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്ത് ചെയർമാനും ബഹ്റൈൻ ഡയബറ്റിസ് സൊസൈറ്റി ബോർഡ് ചെയർമാനുമായ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല സയ്യിദ്, SCW സെക്രട്ടറി ജനറൽ ലുൽവ അൽ അവധി എന്നിവർ പങ്കെടുത്തു. ഡയബറ്റിസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന പ്രമേയത്തിൽ നടന്ന സമ്മേളനത്തിൽ GCC, മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദഗ്ധരാണ് പങ്കെടുത്തത്. പ്രമേഹവും സ്ത്രീകളുടെ ആരോഗ്യവും സംബന്ധിച്ച സെഷനുകളും സ്കൂൾ സൂപ്പർവൈസർമാർക്കുള്ള ശില്പശാലകളും നടന്നു. ഇന്ത്യൻ സ്കൂൾ വാർഷിക കായികമേളയിൽ JC ബോസ് ഹൗസ് 446 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. ഇസാടൗൺ ക്യാമ്പസിൽ നടന്ന കായികമേളയിൽ 325 പോയിന്റുമായി CV രാമൻ ഹൗസ് റണ്ണറപ്പ് സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ 310 പോയിന്റുമായി ആര്യഭട്ട ഹൗസ് മൂന്നാം സ്ഥാനത്തെത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, മുൻ ചെയർമാൻ പ്രിൻസ് S നടരാജൻ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ സ്കൂൾ ബാൻഡിന്റെയും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡൻസിന്റെയും അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്രയും ശ്രദ്ധേയമായി. ജൂനിയർ വിംഗ് ചിയർ ലീഡേഴ്സിന്റെ നൃത്തപ്രദർശനം, മാർച്ച് പാസ്റ്റ് എന്നിവയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ പ്രണവ് പള്ളിപ്പുറത്ത് ഒളിമ്പിക് ദീപം സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ വർഗീസിന് കൈമാറി. വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ആശംസ നേർന്നു. വകുപ്പ് മേധാവി ശ്രീധർ ശിവ കായിക റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ സ്കൂൾ സെക്രട്ടറി V രാജപാണ്ഡ്യൻ നന്ദി പ്രകാശിപ്പിച്ചു. വിജയികൾക്ക് 500-ലധികം മെഡലുകളും ട്രോഫികളുമാണ് കായികമേളയിലൂടെ വിതരണം ചെയ്തത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള സ്പെക്ട്ര ചിത്രരചന മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡിസംബർ 6 വെള്ളിയാഴ്ച ഈസ ടൗണിലെ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായി 25 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 40ഓളം പ്രതിനിധികളുമായി ചേർന്ന് ICRF പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. 4 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് 5 മുതൽ 16 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നേരിട്ടുള്ള രജിസ്ട്രേഷന് പകരം വിദ്യാലയങ്ങളിലൂടെയാണ് രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നത്. 2009 മുതൽക്കാണ് ഈ കലാമാമാങ്കം ആരംഭിച്ചത്. വിജയികളാകുന്നവരുടെ ചിത്രങ്ങൾ ICRF കലണ്ടറിന്റെ ഭാഗമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്പെക്ട്ര കൺവീനർ മുരളീകൃഷ്ണനുമായി 34117864 അല്ലെങ്കിൽ ജോയിന്റ് കൺവീനർ നിതിനുമായി 39612819 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. കലാസംഘടനയായ 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ 1ാം വാർഷികം ഇന്ത്യൻ ക്ലബ്ബിൽ 2025 ജനുവരി 30 നടക്കും. ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 7 സ്വരങ്ങൾ മ്യൂസിക്കൽ ഡാൻസ് ഫെസ്റ്റിൽ കലാഭവൻ മണിയുടെ രൂപസാദൃശ്യത്താൽ പ്രശസ്തനായ നാടൻപാട്ട് കലാകാരൻ രഞ്ജു ചാലക്കുടി നയിക്കുന്ന ഗാനമേളയും മറ്റു വിവിധ സാംസ്കാരിക പരിപാടികളും നടക്കും.
സെവൻ ആർട്സ് പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെവൻ ആർട്സ് ചെയർമാൻ മനോജ് മയ്യന്നൂർ ആഘോഷ പരിപാടികൾ വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി ചെമ്പൻ ജലാൽ സ്വാഗതവും ട്രഷറർ തോമസ് ഫിലിപ്പ് നന്ദിയും അറിയിച്ചു. ഡോക്ടർ പി വി ചെറിയാൻ, മോനി ഓടിക്കണ്ടത്തിൽ, ഫ്രാൻസിസ് കൈതാരത്ത്, ഇ വി രാജീവൻ, സലാം മമ്പാട്ടുമൂല, അജിത് കുമാർ, ബൈജു മലപ്പുറം, എം സി പവിത്രൻ, സത്യൻ കാവിൽ, അൻവർ നിലമ്പൂർ, ജയേഷ് താന്നിക്കൽ, വിനോദ് അരൂർ, ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ സ്കൂൾ ഉറുദു വകുപ്പിന്റെ കീഴിൽ ഉറുദു ദിനം നിറപ്പകിട്ടാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ആൻഡ് മെമ്പർ അക്കാദമിക്സ് രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ, മുഹമ്മദ് നയാസുല്ല, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി, സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ്, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ പങ്കെടുത്തു. ഭരണസമിതി അംഗം മുഹമ്മദ് നയാസ് ഉല്ല ഉറുദു ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഉറുദു ദിനത്തിന്റെ ഭാഗമായി 4 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി മത്സരങ്ങൾ നടന്നു. ചിത്രരചന, കളറിംഗ് മത്സരങ്ങൾ, കവിതാ പാരായണം, കഥ പറയൽ, പോസ്റ്റർ നിർമ്മാണം, പ്രസംഗം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഹിബ നിയാസ് ഉറുദു ഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഉറുദു മുസാഹിയ മുഷിയാറ പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരുന്നു. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ വെളിയങ്കോട് സ്വദേശിനിയും മോട്ടിവേഷൻ കോച്ചുമായ തസ്നി ബാനു താജുദ്ദീന് വെളിച്ചം വെളിയങ്കോട് ആദരവ് നൽകി. പരിപാടിയിൽ സ്വദേശികളടക്കമുള്ളവർ പങ്കെടുത്തു. തസ്നി ബാനുവിന്റെ ക്ലാസുകൾ ഏറെ വിജ്ഞാനവും ഉപകാരപ്രദവുമാണെന്ന് വെളിച്ചം വെളിയങ്കോട് ബഹ്റൈൻ പ്രസിഡന്റ് അമീൻ പറഞ്ഞു. വെളിയങ്കോട് മഹൽ റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് ചടങ്ങിൽ ആശംസ അറിയിച്ചു. കാസിം പാടത്തക്കായിൽ തസ്നി ബാനുവിന് പ്രത്യേക ഉപഹാരം നൽകി. പരിപാടിയിൽ വെളിച്ചം വെളിയങ്കോട് ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ബഷീർ തറയിൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഇസ്മത്തുള്ള ടി എ നന്ദിയും പറഞ്ഞു.